നമ്മുടെ ശരീരത്തിലെ എല്ലാ നാച്ചുറൽ അർജസും, അതായത് സ്വാഭാവികമായി നടക്കുന്ന എല്ലാ വേഗങ്ങളും പ്രധാനമായും നമ്മുടെ നെർവസ് സിസ്റ്റവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നെർവസ് സിസ്റ്റത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, അതിന്റെ നാഡീ ശക്തി ശോഷണത്തിന് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശരീരം നടത്തുന്ന ഒരു പ്രക്രിയകളാണ് നാച്ചുറൽ അർജസ്. ശരീരത്തിൽ സംഭവിക്കുന്ന നാച്ചുറൽ അർജസ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വിശ്രമവും അതുപോലെ തന്നെ ഉറക്കവും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാമൂഹ്യപരമായിട്ട് നമ്മൾ ഇടപെടുന്നു, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പല ഇടപെടലുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വിശ്രമം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കയറും. വിശ്രമം എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുകയും കൂടെ തന്നെ നമ്മളുടെ സാമൂഹ്യപരമായ ഇടപെടലുകൾ നിർത്തിവെച്ചിട്ട് നമ്മൾ ആ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വിശ്രമം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറുന്നു. ആ സമയത്ത് നമ്മളുടെ ചിന്തകളൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളുടെ ഓർമ്മകളുടെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത്. ഈ നിദ്രയും കഴിഞ്ഞ് നമ്മൾ ഓർമ്മകളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത് ഡീപ് സ്ലീപ്പ്, അതായത് സുഷുപ്തി എന്ന് പറയും മലയാളത്തിൽ. ഈ ഡീപ് സ്ലീപ്പിലാണ് ശരീരം പൂർണ്ണമായിട്ടും അതിന്റെ പരിപാലനത്തിലേക്ക്, ശമനത്തിലേക്ക്, ഹീലിംഗിലേക്ക് ശരീരം പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഈ കേന്ദ്രീകരണം നടത്തുന്ന സമയത്താണ് ശരീരത്തിലെ മാലിന്യങ്ങൾ ശരീരം ശരിയായ രൂപത്തിൽ പുറന്തള്ളുന്നതും നമ്മൾ പകൽ സ്വീകരിച്ച ഓർമ്മകളെ ശരിയായ രൂപത്തിൽ അടുക്കി ഒതുക്കി വെക്കുന്നതും. ഇങ്ങനെ ഡീപ് സ്ലീപ്പിലേക്ക് ശരീരം നിരന്തരം എല്ലാ ദിവസവും നമ്മളെ കൊണ്ടുപോയിട്ടാണ് ശരീരത്തിന്റെ മാലിന്യങ്ങളെയും നഷ്ടപ്പെട്ട ഊർജത്തെയും, അതായത് വ്യയം ചെയ്ത ഊർജത്തെയും അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ച ശരീരത്തിന്റെ ഭാഗങ്ങളെയും പുനഃസ്ഥാപിക്കുന്നത്. ഇതിലൂടെയാണ് ശരീരത്തിന്റെ ഊർജത്തിനെ ശരീരം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നത്. ഉറക്കം എന്നുള്ളത് രാത്രിയിൽ സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. ശരിയായ രൂപത്തിൽ ഉറക്കത്തിന്റെ പരിപൂർണത നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഇത് രാത്രിയിൽ സംഭവിക്കണം. അല്ലാത്ത സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അതിന്റെ പരിപൂർണത നമുക്ക് ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ നമ്മൾ പൊതുവെ ക്ഷീണം വരുന്ന സമയത്ത്, ഇപ്പൊ 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങാത്തൊരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? പകൽ ഉറങ്ങി തീർക്കും. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഉറങ്ങേണ്ടത് രാത്രിയിലാണ്. അപ്പൊ രാത്രിയിലാണ് ഉറക്കത്തിന്റെ പരിപൂർണത എല്ലാ സമയത്തും ശരീരത്തിൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള രൂപത്തിൽ ശരീരത്തിൽ സംഭവിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രപഞ്ചം സന്ധ്യയോടുകൂടി ഉറക്കിലേക്ക് പോവാണ്. ഇരുട്ട് വന്നു, നമ്മൾ ഉറക്കിലേക്ക് പോകുന്നു. ശരീരത്തിൽ മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഇരുട്ടിലാണ് ശരീരം ഈ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ശരീരം നമ്മളുടെ ശരീരത്തെ ഉറക്കിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ രാത്രിയിൽ പ്രപഞ്ചം ഉറങ്ങുന്ന സമയത്താണ് നമ്മളും ഉറക്കിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നാമും പ്രപഞ്ചവും തമ്മിൽ ഒരേ രൂപത്തിലുള്ള ഒരു ഏകതാനത വരികയും നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു നേർരേഖയിൽ വരികയും ആ സമയത്ത് നമ്മളിൽ ഒരുപാട് ജൈവ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയും അതുവഴി ശരീരത്തിലെ ശുദ്ധീകരണങ്ങൾ ശരിയായ രൂപത്തിൽ നടക്കുകയും ചെയ്യുന്നു. ഈ സമയത്തൊക്കെ ശരീരം ഈ രൂപത്തിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത്തരത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ഊർജത്തെയും അതുപോലെ തന്നെ കേടുപാടുകൾ പറ്റിയ ഭാഗങ്ങളെ ശരീരം ശുദ്ധീകരിക്കാനും കഴിയും. ഇത്തരത്തിൽ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ ഉള്ളിലെ നാഡീവ്യൂഹത്തെയും ശരീരത്തിന് ശരിയായ രൂപത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ശരീരത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട നാഡീവ്യൂഹത്തിൽ വന്ന ശോഷണത്തെ ശരീരത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് ശരീരം നിരന്തരം നമ്മളിലൂടെ സഞ്ചരിപ്പിച്ച് പ്രയാണം ചെയ്തു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഉറക്കം തന്നെ നമ്മൾ ശരിയായ രൂപത്തിൽ രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പരിപൂർണമായ ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്താനും അതുവഴി ശരീരത്തിന് ആരോഗ്യം എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഒപ്റ്റിമം ലെവൽ ഹെൽത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ അത്തരത്തിലുള്ള ഉറക്കശീലങ്ങൾ നമ്മൾ ഉണ്ടാവട്ടെ. ആരോഗ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഉറക്കശീലങ്ങളിലേക്ക് നമ്മൾക്ക് യാത്ര ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.